നമസ്കാരം. പ്രഭാതത്തിലെ ഗണപതി ഭജനത്തിന്റെ പ്രാധാന്യം എന്ത്? അതുപോലെ തന്നെ ഏതെല്ലാം മന്ത്രങ്ങളാണ് പ്രഭാതത്തിൽ ഗണപതി പ്രീതിക്ക് വേണ്ടി ജപിക്കേണ്ടത്? എന്തുകൊണ്ടാണ് പ്രഭാതത്തിലെ ഗണപതി ഭജനത്തിന്റെ പ്രാധാന്യം? ആദ്യം പ്രഭാതത്തിലെ ഗണപതി ഭജനത്തിന്റെ പ്രാധാന്യം തന്നെ പറയാം. ഉഷകാലത്തിൽ ഗണപതിയെ ഭജിക്കുന്നത് വളരെ വിശേഷമാണ്. ഉഷകാലം എന്ന് പറയുമ്പോൾ ഏതാണ്ട് സൂര്യോദയത്തിന് മുൻപും സൂര്യോദയത്തിന് ശേഷം ഏകദേശം ഒരു 1-2 നാഴിക വരുന്ന ആ സമയമാണ് ഉഷകാലം. ആ ഉഷകാലത്തിലെ ഗണപതിയുടെ ഭജനം വളരെ വിശേഷമാണ് എന്നാണ് ഹേരംബ ഉപനിഷത്ത്, മഹാഗണപതി ഉപനിഷത്ത്, ഇങ്ങനെയുള്ള ഉപനിഷത്തുകൾ പറയുന്നത്. ഉഷസ് തന്നെ ഒരു ദേവതയായിട്ട് ഋഗ്വേദം പറയുന്നു. ഉഷസ്സിനെ സ്തുതിച്ചുകൊണ്ട് ധാരാളം മന്ത്രങ്ങളും സൂക്തങ്ങളും ഋഗ്വേദത്തിൽ ഉണ്ട്. കാരണം സൂര്യനെ സ്വാഗതം ചെയ്യുന്നത് ഉഷസ് എന്ന ദേവതയായിട്ടാണ് സങ്കല്പം. ഈ പലപ്പോഴും നമ്മൾക്ക് അറിയാത്ത പല ദേവതകളും വേദങ്ങളിൽ കടന്നു വരും. അതിലൊരു ദേവതയാണ് ഉഷസ്. ഈ ഉഷകാലത്തിൽ ഗണപതിയെ ഭജിക്കുമ്പോൾ ഗണപതിയുടെ പ്രീതിയും കിട്ടും, ഉഷസ് എന്ന ദേവതയുടെ പ്രീതിയും ലഭിക്കും. സൂര്യൻ ഉദിച്ചു വരുന്ന സമയമാണ്, സൂര്യഭഗവാന്റെ പ്രീതിയും ലഭിക്കും. ചില ഉപാസകന്മാർ ഉദിച്ചു വരുന്ന സൂര്യമണ്ഡലത്തിൽ ഗണപതിയെ ധ്യാനിച്ചുകൊണ്ട് ഗണപതി മന്ത്രം ജപിക്കാറുണ്ട്. അത് വളരെ ശക്തിയേറിയിട്ടുള്ള ഒരു ഉപാസന മാർഗമാണ്. സാധാരണ ആളുകൾ ഗണപതിയെ സാമാന്യമായ ധ്യാനിച്ച് ഗണപതി മന്ത്രം ജപിക്കും. എന്തെല്ലാമാണ് ഈ രാവിലെ ജപിക്കേണ്ടത് ഗണപതിയെ സങ്കല്പിച്ച്? ഈ ഗണപതിയുടെ കാര്യത്തിൽ മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗണപതിയുടെ ഉപാസന തുടങ്ങുമ്പോഴും നമ്മൾ ഈ നിർവിഘ്ന പരിസമാപ്തിക്കായിക്കൊണ്ട് മൂലഗണപതിയെ വിചാരിക്കണം. ഇപ്പോൾ ഗണപതി ഹോമത്തിന് നിങ്ങൾക്ക് കാണാൻ കഴിയും, ഗണപതി ഹോമത്തിൽ ഗണപതിയെ സങ്കല്പിച്ചിട്ടാണ് ഹോമിക്കുക. പക്ഷേ ഈ ഹോമം കഴിക്കുന്ന ആളുടെ വലതുഭാഗത്ത് ഗണപതിയെ സങ്കല്പിച്ച് ഒരു വിളക്കും വെച്ചിട്ടുണ്ടാവും, ഒരു നേദ്യവും വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ ഗണപതിയെ എപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നോ അപ്പോഴെല്ലാം തന്നെ ആ മൂലഗണപതിയെ നമ്മൾ വിചാരിക്കണം. അതുകൊണ്ട് ആ മൂലഗണപതിയുടെ മന്ത്രം ഓം ഗം നമ എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഗണപതിയുടെ ഏത് മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും ഈ ഓം ഗം നമ എന്നുള്ള മന്ത്രം ഏറ്റവും ചുരുങ്ങിയത് ഒരു 36 ഉരുവെങ്കിലും ജപിക്കണം. എന്നിട്ട് വേണം ഗണപതിയുടെ മറ്റു മന്ത്രങ്ങളിലേക്ക് കടക്കാം. സാധാരണ രാവിലെ പ്രഭാതത്തിൽ ഗായത്രി കൊണ്ടുള്ള ഉപാസനയ്ക്ക് വളരെ വിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഗണപതിയുടെ ഗായത്രി ഈ ഉഷകാലത്തിൽ പ്രഭാതത്തിൽ സൂര്യാഭിമുഖമായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ ജപിക്കുന്നത് വിശേഷമാണ്. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് എന്നതാണ് ഗണപതിയുടെ ഗായത്രി മന്ത്രം. ഇതും നമ്മുടെ സൗകര്യം പോലെ 36 ഉരു അല്ലെങ്കിൽ 108 ഉരു അല്ലെങ്കിൽ 336 അങ്ങനെ 1008 ഒക്കെ നമുക്ക് ജപിക്കാം. അത് വളരെ അനുഭവസിദ്ധിയുള്ള ഒരു മന്ത്രമാണ്. മാത്രമല്ല ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നമസ്കരിക്കാം. അതിപ്പോൾ സൂര്യനെ നോക്കി സൂര്യമണ്ഡലത്തിൽ ഗണപതിയെ സങ്കല്പിച്ചുകൊണ്ട് നമസ്കരിക്കാം. സൂര്യനിൽ ഏത് ദേവതയും സങ്കല്പിക്കാം കേട്ടോ. അങ്ങനെ വളരെ വിശേഷമായിട്ടുള്ളൊരു വിധാനമുണ്ട്. അതുകൊണ്ട് ഗണപതി ഭഗവാനെയും സൂര്യമണ്ഡലത്തിൽ സങ്കല്പിച്ചുകൊണ്ട് സൂര്യ നമസ്കാരം പോലെ സാധാരണയുള്ള നമസ്കാരം നമുക്ക് ചെയ്യാം ഈ ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട്. അതേപോലെ തന്നെയാണ്
ഏത്തയിടാം. ഈ ഇത് കഴിയുമ്പോൾ ഒരു ശരിക്കും എത്ര സംഖ്യ എന്നൊരു തർക്കമുണ്ട്. 8 ഏത്തയിടേണ്ടത് 9 പല പല ആചാര്യന്മാരും പലതും പറയുന്നുണ്ട്. സംഖ്യയുടെ പുറകെയൊന്നും നിങ്ങൾ പോകണ്ട. സാധാരണ ഗണപതി 8 എന്നുള്ളത് ഒരു മിനിമം സംഖ്യയാണ്. 8 നമ്മൾ ജപിക്കുക എന്ന് സാധാരണ പറയും. ഇപ്പോൾ ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും മിനിമം 8 വേണം. ഇപ്പോൾ സാധാരണഗതിയിൽ പൂജയിൽ ദേഹശുദ്ധിയുടെ സമയത്ത് ആ ഋഷി ഛന്ദസ് ന്യാസം ധ്യാനം കഴിഞ്ഞാൽ 8 മൂലമാണ് ജപിക്കുക. അപ്പോൾ 8 എന്നുള്ളൊരു സംഖ്യയ്ക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് 8 പ്രാവശ്യം ഏത്തം ഇടുന്നത് നല്ലത് തന്നെയാണ്. അവിടെ അങ്ങനെ ആ സംഖ്യയിലൊരു സംശയം വരേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ആദ്യം ഈ ഗം എന്നുള്ളതൊരു 36 രൂപയെങ്കിലും ജപിക്കുക. പിന്നീട് ഒരു 36 രൂപയെങ്കിലും ഗണപതിയുടെ ഗായത്രി ജപിക്കുക. കുറച്ച് നമസ്കരിക്കാം, കുറച്ച് ഏത്തയിടാം. അവനവൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ അനുസരിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്തുതികൾ, നമുക്ക് സ്തുതിപരമായ ചില മന്ത്രം പോലുള്ള ചിലതുണ്ട്, അതൊന്ന് ജപിക്കുന്നത് വിശേഷമായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു 12 നാമങ്ങൾ ഗണപതിയുടെ വിശേഷമാണ്. അതിൻ്റെ ഒരു ചെറിയ സ്തോത്രം തന്നെയുണ്ട്. പ്രണമ്യ ശരസാദേവം ഗൗരീപുത്രം വിനായകം ഭക്താവാസം സ്മരേൻ നിത്യം ആയുർകാമാർത്ഥസിദ്ധയേ പ്രഥമം വക്രതുണ്ടം ച ഏകദന്തം ദ്വിതീയകം തൃതീയം കൃഷ്ണപിംഗാക്ഷം ഗജവക്ത്രം ചതുർത്ഥകം ലംബോദരം പഞ്ചമം ച ഷഷ്ഠം വികടമേവ ച സപ്തമം വിഘ്നരാജം ച ധൂമ്രവർണം തഥാഷ്ടകം നവമം ബാലചന്ദ്രം ച ദശമം തു വിനായകം ഏകാദശം ഗണപതി ദ്വാദശം തു ഗജാനനം. പിന്നെ 12 നാമം ഉള്ള ഒരു സ്തുതിയാണ്, വളരെ വിശേഷമായിട്ടുള്ള സ്തുതിയാണ്. അത് ജപിക്കാം. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു അരമണിക്കൂറോ 25 മിനിറ്റോ ഒക്കെ ആയിട്ടുണ്ടാവും. ഗണപതിയെ പ്രാർത്ഥിച്ച് മറ്റ് കാര്യങ്ങളിലേക്ക്, മറ്റ് സ്തുതിയോ അല്ലെങ്കിൽ മറ്റ് ജപങ്ങളിലേക്കോ ഒക്കെ കിടക്കാം. ഇതാണ് സാധാരണ പ്രഭാത സമയത്ത് നമ്മൾ ഗണപതിയെ വിചാരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മളെപ്പോഴും ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പല ആചാര്യന്മാർ പലതും ഒക്കെ ഇങ്ങനെ പല പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ പൊതുവായിട്ടും നമ്മൾക്കൊരു സംശയം ഉണ്ടാവാം. ഒരു ചാനലിൽ ഒന്ന് പറയണം, മറ്റൊരു ചാനലിൽ അങ്ങനെ പറയണം. അപ്പോൾ ഇത് കേൾക്കുന്നവർക്കൊരു സംശയം ഉണ്ടാവും. അങ്ങനെ സംശയിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതെല്ലാം തന്നെ പൂജാ സമ്പ്രദായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പൂജാ സമ്പ്രദായങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ ചെയ്യുമ്പോൾ തെറ്റാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പൂജയുടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 8 മൂലം, ആ 8 പ്രാവശ്യം, അത് പൂജയുടെ അടിസ്ഥാനമാണ്. ഇപ്പോൾ ഒരു ഗണപതിയെ പൂജിക്കുകയാണെങ്കിൽ ഏത് ദേവനെ പൂജിക്കുക ആയിക്കോട്ടെ, എപ്പോഴും വലത് ഭാഗത്ത് ഗണപതി ഉണ്ടാവും, ഇടത് ഭാഗത്ത് ഗുരുവുമായിരിക്കും. അപ്പോൾ 2 കൈയും അങ്ങനെ മുകളിലേക്ക് കൂപ്പി തൊഴുതിട്ട് സ്വസ്തി ശ്രീ ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞിട്ട് ശിവാദി ശ്രീ ഗുരുഭ്യോ നമ എന്നാണ് പറയുക. അതായത് ശിവാദി പര്യന്തം ഉള്ള എല്ലാ ഗുരുക്കന്മാരെയും ആചാര്യന്മാരെയും ആ ഒരൊറ്റ ഒരു തൊഴലുകൊണ്ട് തൊഴുതു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പറയില്ലേ, ശങ്കരാചാര്യ മധ്യസ്ഥ അസ്മദാചാര്യ പര്യന്ത എന്നുള്ള ആ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാവരും ആ സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമ എന്നുള്ള ഒറ്റ തൊഴലിൽ, അത് 2 കൈയും പൊക്കി തലയ്ക്ക് മുകളിൽ പിടിച്ചിട്ടാണ് തൊഴുക. ആ തൊഴലിൽ കഴിഞ്ഞു. പിന്നെ സാധാരണഗതിയിൽ ഈ ഇടത് ഭാഗത്തായിട്ടാണ് ഗും ഗുരുഭ്യോ നമ, വലത് ഭാഗത്തായിട്ട് ഗം ഗണപതയെ നമ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊഴും. പിന്നെ ഹൃദയഭാഗത്ത് പത്മായ നമ എന്ന് പറയും. കാരണം നമ്മൾ ഏത് ദേവതയാണോ ധ്യാനിക്കുന്നത് അത് ഹൃദയപത്മത്തിൽ ആണ് ആ ദേവതയെ ധ്യാനിക്കേണ്ടത്. ഹൃദയത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരയിൽ ആ ദേവത ഗോവിഷ്ഠമായിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ സങ്കല്പം. അതുകൊണ്ടാണ് പത്മായ നമ എന്ന് നമ്മളവിടെ ജപിക്കുക. അപ്പോൾ ഗുരു എപ്പോഴും ഇടത് ഭാഗത്താണ്. കാരണം എന്തുകൊണ്ടാണ്? ഗുരു അനുഗ്രഹ കലയാണ്, അല്ലെങ്കിൽ ഇടാനാടിയാണ്, അല്ലെങ്കിൽ അമൃത സ്വരൂപമാണ്. ചന്ദ്രമണ്ഡലത്തിൽ അമൃതസ്വരൂപമായി നിലനിന്ന് അനുഗ്രഹം വർഷിക്കുന്ന സങ്കല്പമാണ് ഗുരുവിൻ്റേത്. ഗണപതി അഗ്നിതത്വമാണ്, അഗ്നി ഊർജമാണ്, നമ്മെ നേരായ വഴിക്ക് നയിക്കേണ്ട തത്വമാണ്. അഗ്നേനയ സുവധാരായി എന്നുള്ള മന്ത്രമെല്ലാം അതാണ്. അഗ്നി സ്വരൂപനാണ്.
എന്തിനെ ദഹിപ്പിക്കുന്ന, എത്ര കൊടുത്താലും ഗണപതിക്ക് മതിയാവില്ല. ഒക്കെ ഗണപതിയുടെ ജഠരാഗ്നിയിൽ ഒക്കെ വിന്തു പോകും. അഗ്നിസ്വരൂപനാണ് ഗണപതി. അപ്പോൾ അഗ്നി ഊർജത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ഭാവമാണ്. അതുകൊണ്ടാണ് ആ ഊർജത്തിൻ്റെ ആദ്യ ഭാവമായിട്ടുള്ള ഗണപതി നമ്മൾ പറഞ്ഞു. മൂലാധാരത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് ഗണപതി. അതെല്ലാം യോഗശാസ്ത്രത്തിൻ്റെ മാർഗം. അതുകൊണ്ടും കൂടിയാണ് ഗണപതിയെ നമ്മൾ ഈ ഗണപതിയെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൊഴുക. എന്നിട്ടാണ് പിന്നെ സാധാരണ പൂജയോ എന്താണെന്ന് വെച്ചാൽ ഹോമോ ഒക്കെ ആണെങ്കിൽ അതിന് ശേഷമാണ് ആരംഭിക്കുക. അപ്പോൾ ഗണപതിയെ വിചാരിക്കുമ്പോഴും ഈ മൂലഗണപതിയെ, ഈ ഗണപതിക്കും ഗണപതിക്കൊരു മൂലമുണ്ടെന്ന് പറയാം. കഥയിൽ പറയും ശിവനും പാർവതിയും കൂടി കല്യാണം കഴിക്കുമ്പോഴും ഒരു ഗണപതി പൂജ ഉണ്ടായിരുന്നു. പുരാണത്തിലുണ്ടത്. ഗണേശ പൂജ ചെയ്തിട്ടാണ് അവർ ആ വിവാഹത്തിലേക്ക് കടന്നതെന്ന് പറയും. അപ്പോൾ ആദിമൂല ഗണപതിയാണ് ശ്രീപാർവതി. ആ ഗണപതിയെ ഭജിച്ച ശേഷമാണ് തൻ്റെ ശരീരത്തിൽ നിന്ന് മഹാഗണപതിയെ നിർമ്മിച്ചത് എന്നും പറയും. അപ്പോൾ ആദിമൂലത്തിൽ ബ്രഹ്മസ്വരൂപമായിട്ട് എല്ലാത്തിൻ്റെയും ആരംഭത്തിനും എല്ലാ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ കർത്താവായി നിലനിൽക്കുന്ന ഒരു സങ്കല്പം ഗണപതിക്കുണ്ട്. ആ ഗണപതിയാണ് നമ്മുടെ മൂലഗണപതി. ഗം നമ. ആ ഗം എന്നുള്ള വാക്ക് തന്നെ ഗഗന ശബ്ദം വരുന്നതാണ്. ആകാശമാണ്, അനന്തമാണ്. അതാണ് ഗഗനത്തിൻ്റെ ഗാ തന്നെ. ആ അനന്തമായ സ്വരൂപത്തെയാണ് ഗം നമ എന്ന് നമ്മൾ പറയണത്. അപ്പോൾ ഖം ബ്രഹ്മ എന്ന് പറയും. ആകാശ ബ്രഹ്മമാണോ എന്ന് പറയുന്ന ഉപനിഷത്തിൻ്റെ വാക്യമുണ്ട്. അപ്പോൾ ഗണപതിക്ക് അങ്ങനെ ഒരു തത്വം ഉള്ളത് കൊണ്ടാണ് ഗണപതി ഉപാസനയ്ക്കും ആദ്യം നമ്മൾ ഗണപതിയെ വിചാരിച്ചുകൊണ്ട് വേണം ഗണപതി ഉപാസന തുടങ്ങാൻ. അതിനുശേഷം നമ്മൾ ഗണപതിയുടെ മന്ത്രജപം, ഗണപതിയുടെ മൂലമന്ത്രമായ ഗം ജപത്തിന് ശേഷം നമ്മൾ ഈ ഏകദന്തായുത്മഹേ എന്നുള്ള ആ ഗണപതി ഗായത്രി ജപിച്ച ശേഷം ഈ ആ പ്രണമ്യ ശിരസാദേവ് എന്നുള്ള ആ ഒരു മന്ത്രവും ജപിച്ച ശേഷം നമുക്ക് എഴുന്നേറ്റ് കുറച്ച് നമസ്കരിക്കാം. അതിനുശേഷം ഗണപതിക്ക് ഏറ്റവും പ്രീതികരമായിട്ടുള്ള ഏത്തയിടൽ നമുക്ക് ചെയ്യാം. ഈ ഏത്തയിടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പലർക്കും ഒരു സംശയമുണ്ട്, ഏത് കൈയാണ് പുറത്ത് ഏത് കൈയാണ് അകത്ത്. നമ്മൾ ഈ അഭിവാദ്യം ചെയ്യുമ്പോൾ, അതായത് ഏത് പൂജയുടെ മുമ്പിൽ ഇങ്ങനെ അഭിവാദയെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അഭിവാദ്യം ചെയ്യും. സ്വന്തം പേര് പറഞ്ഞിട്ട് അഭിവാദ്യം ചെയ്യും. അഭിവാദ്യം നമ്മൾ ചെയ്യുമ്പോൾ വലത് കൈയാണ് മുകളിൽ വരിക. അപ്പോൾ ആ വലത് കൈ തന്നെ അതേപോലെ തന്നെ നമ്മൾ ചെവിയുടെ അങ്ങോട്ട് പിടിക്കുക. അപ്പോൾ വലത് കൈ അകത്ത് വരും. അതിനുശേഷം ഇടത് കാല് വലത് ഭാഗത്തേക്ക് വെച്ചിട്ടാണ് സാധാരണ ഏത്തയിടുക. അതൊരു 8 പ്രാവശ്യമൊക്കെ ചെയ്യാം. കുറച്ച് ഇനിയിപ്പോൾ അധികം ഏത്തയിടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രം കൈയും കാലും മാറി ഇപ്പുറത്തെ സൈഡിലേക്കും ചെയ്യാം. അതുകൊണ്ട് ദോഷമൊന്നുമില്ല, അത് വിശേഷമാണ്. അപ്പോൾ നമ്മൾ പറയും 36 ഏത്തയിടണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ മാത്രം ഏത്തയിട്ടാൽ കുറച്ച് വിഷമമുണ്ടാകും. അപ്പോൾ അത് മറ്റേ വലത് കാല് ഇടത് സൈഡിലേക്ക് വെച്ചും അങ്ങനെയും നമുക്ക് ഏത്തയിടാം. അതും നല്ലത് തന്നെ. അതിന് നിഷിദ്ധമായ ഒന്നുമില്ല, അങ്ങനെ ചെയ്യാം. മുട്ടുകാല് കുറച്ചൊന്ന് മടക്കിയിട്ട് വേണം ഏത്തയിടേണ്ടത്. പൂർണ്ണമായിട്ടുള്ള ഏത്തയിടൽ എന്ന് പറയുമ്പോൾ കയ്യിൻ്റെ ഈ മുട്ട് നിലത്ത് സ്പർശിക്കണം എന്നാണ്. നിലത്ത് സ്പർശിക്കുമ്പോൾ ഈ ചെവിയുടെ ഈ ഭാഗത്തുള്ള കൈ താഴത്തേക്ക് ഇറങ്ങി പോരാൻ പാടില്ല. ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ശരിക്കും ഈ ചെവിയുടെ ഈ ഭാഗം, ചെവിയുടെ പുറകു ഭാഗത്തുള്ള മർമ്മങ്ങളൊക്കെ കൂടി അതിൽ ബന്ധപ്പെടും. ചെവിയിൽ ഇങ്ങനെ പതുക്കെ ഒന്ന് പിടിക്കണം എന്നാണ് പറയാം, ചെറുതായിട്ടൊന്ന് പിടിക്കണം. അതതിൻ്റെ യോഗ സാധനയുടെ ഭാഗമാണ്. കാരണം ഈ ഗണപതിയുടെ ഏത്തം ഇട്ട് കഴിഞ്ഞാൽ ഈ കുണ്ടലിനിയുടെ ഉത്ഥാപനത്തിന്, കുണ്ടലിനി ഉണർന്നു വരാൻ വളരെ വിശേഷമാണ്. അതാണ് യോഗമാർഗത്തിലെ ആ ഒരു പ്രാധാന്യവും കൂടി ഗണപതിയുടെ ഏത്തയിടലിന് ഉണ്ട്. അങ്ങനെയാണ് ഗണപതിയുടെ ഉപാസന സാധാരണയായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനെയെല്ലാം ഗണപതിയുടെ ഉപാസന ചെയ്യുക. ശ്രീ മഹാഗണപതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.